അപ്പോൾ PSCയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇതുകൾ 230 229 തൊട്ട് 0 വരെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 200 എക്സാം 229 തൊട്ട് 225 വരെയുള്ള 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ OMRൽ ഒന്നുമില്ല, എല്ലാം കളയാം ഇതൊന്ന് ഡിലീറ്റ്. ഇനി നമ്മുടെ കോഡ് റണ്ണ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടില്ലേ, 25 വരെയുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. 229 മുതൽ പഴയതായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കണം. ഫുള്ള് കൊടുത്തന്നെ 0 വരെ വന്നാനേ, എന്നാലൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെയ്ത് നോക്കണം പഴയതായിട്ട് മാച്ച് ഉണ്ടോ. പഴയതായിട്ട് മാച്ച് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത് ഇവിടെയാണ് ഉള്ളത്. എവിടെ പോയി? ഞാൻ ഡിലീറ്റ് കളഞ്ഞ യൂസർ സിപ്പ് ചെയ്ത് വെച്ചിരിക്കും. പഴയതിൽ 0 ഏറ്റവും പഴയത് ട്രേഡ്സ്മാൻ 22/5 ട്രേഡ്സ്മാൻ. എന്നാൽ പുതിയതിൽ ഇനി ഏതാ നോക്കാം. പുതിയതിൽ 229 വ്യത്യാസം ഉണ്ടല്ലോ കുറച്ച്. ഇതിൽ 22/5/2024. ഇത് പഴയതാണ്. എന്നാൽ ഇതിലെ 0 തെറ്റിയുണ്ടോ? ഇതിൻ്റെ 229 പേജ് നമ്പറിലുള്ളത് 2013 18 ഇനി നമ്മളുടെ പഴയ ഇതിനെ ഇടാം. എക്സ്ട്രാക്ട് ഹിയർ. ഇതിൽ OMR 189 അന്നത്തെ ഏറ്റവും പഴയ പേജായിരുന്നു. അപ്പം അതിൽ 189 23/8 സെയിം അല്ലേ? ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. സെയിൽസ് അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. സെയിൽസ് അസിസ്റ്റൻ്റ് ഇതിൽ ജൂനിയർ ടൈപ്പിസ്റ്റ്. സെയിൽസ് അസിസ്റ്റൻ്റ് ഇതിൽ അവിടെയാണ് 15/2. സെയിൽസ് അസിസ്റ്റൻ്റ് പിന്നെ ഓക്സിലറി നേഴ്സ് സെയിൽസ് അസിസ്റ്റൻ്റ് ഓക്സിലറി നേഴ്സ് ഫാർമസി ജൂനിയർ ഇവിടെ കറക്റ്റാണ്. അപ്പോൾ ഇവിടം തൊട്ട് ഉള്ളതാണ് അന്ന് വന്നത്. ഈ 6 മുതൽ കുറച്ചെണ്ണാണ് വന്നിട്ടുള്ളത്. അതിൽ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പം അങ്ങനെ നമുക്ക് ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ഇനി അതിൻ്റെ അപ്പൻഡ് ചെയ്തിട്ട് ഇനി പഴയതിൻ്റെ കൂടെ 189 കൂടെ ഇനി പോരാത്ത ആഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നമുക്ക് മൊത്തം അങ്ങോട്ട് കളയാം. പഴയത് നമുക്ക് വേണ്ട, നമുക്കെല്ലാം ഫ്രഷായിട്ട് പോന്നോട്ടെ എല്ലാതും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഓവറേറ്റ് അല്ലെങ്കിൽ കളയാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാം പോന്നോട്ടെ. 229 തൊട്ട് 0 വരെയുള്ള എല്ലാണ്ട് പോരട്ടെ. എല്ലാം OMRൻ്റെ ഡേറ്റ് ലാസ്റ്റ് പേജും കൂടി ഒന്ന് ഇനി നോക്കാനുണ്ട്. അപ്പോൾ ഇത് പോരട്ടെ, ഓരോന്നോരോന്നും ഇങ്ങോട്ട് പോരട്ടെ. വരുന്നില്ലേ ഒരു ലാഗ് പോലെ? 229 29 ഇത്ര വെയിറ്റ് ചെയ്യുന്നത്. നേരത്തെ വന്നാണല്ലോ. എന്തൊരു പ്രശ്നം. സർവർ ബിസി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് 0th പേജ്
എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിങ് പേജ് അതുവരെയുള്ള എല്ലാം വരും. നമുക്കിനി OMR എക്സാമിന് ശേഷം നമുക്കിനി ഓൺലൈൻ എക്സാമിൻ്റെ പേജ് നമ്പർ നോക്കി നോക്കാം. ഓൺലൈൻ എക്സാമിൻ്റെ ലാസ്റ്റ് പേജ് അന്ന് 70 ആയിരുന്നു, അന്ന് എത്രയായിരുന്നു, ഇത് കളയട്ടെ, ഒന്നും വേണ്ട. അന്നത്തെ 72 പേജായിരുന്നു എൻ്റെ ഓർമ്മയിൽ. കോൺഫിഗിൽ 72 പേജായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് 32 പേജ്, ഇന്ന് 97 പേജായി. അപ്പോൾ 96 വരെ കൊടുക്കണം നമുക്ക്. ചേഞ്ച് ചെയ്ത് 96 ആക്കി കൊടുക്കാം. ലേറ്റസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടും. ഇതിന് മുന്നേ റൺ ചെയ്യണം. അപ്പോൾ ഇത് ഓയിൽ മാറ്റിയിട്ട് ഒന്നുകൂടി റൺ ചെയ്യണം. ഇതിനെ ഓയിലാക്കണം, ഓയിലാക്കണം. എന്നിട്ട് ഒന്നുകൂടി ഓയിൽ മറ്റേ റൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേജ് ഇപ്പോൾ ഇത്രേ 96, 94 അങ്ങനെ പേജ് നമ്പർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് വരട്ടെ, ഇവിടെ വന്നെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിലാണ് ഓരോരോ ഇതുകൾ. അപ്പോൾ ഈ പേജ് ഇതെന്ന് വെച്ചാൽ ആ പേജിൻ്റെ പകരമാണ് ഇത്. ഇത്രയാണ് 86 എന്നുള്ള പേജ്. ഇതിൽ ഇതിൽ 86 എടുക്കുന്നതിൻ്റെ പാടാണ്. ആദ്യം ഇവിടെ നിൽക്കണം, അപ്പോൾ അത് കുറച്ച് നീങ്ങിപ്പോവുള്ളൂ. 86 ഇതിൽ 86ൽ ലെക്ചർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്. ഇതിൽ 86ൽ വ്യത്യാസമുണ്ടല്ലോ. ഇത് 85 വരും. ഇവിടെ 85, അവിടെ 86 ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ 86 കൊടുക്കാം. 86 കൊടുത്താൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഫോറസ്റ്റി 86. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഫോറസ്റ്റ്. ഇതിലെന്തൊരു പ്രശ്നം ഉണ്ടല്ലോ, അടിയെന്നാണോ സേവ് ആവുക? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒന്നും കാണാനില്ല. എന്തോടുള്ള ആൽഫറ്റിക് ഓർഡറാണോ അത്? വി നോട്ടെ, എന്തോടുള്ള സേവ് ആയിട്ടുള്ള ലിസ്റ്റിലേക്ക് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ OPQ അറസ്റ്റായി ഓഫീസ് സൂപ്രണ്ടൻറ്റ് 86 എന്നുള്ള പേജിൽ ഓഫീസ് സൂപ്രണ്ടൻറ്റ്. നമ്മൾ എടുത്തിരിക്കണത് മാറിക്കിടക്കണം. ഞാൻ എന്തൊരു ബോധക്കുറവാണ് കാണിക്കുന്നത്. OMRലല്ലേ പോകേണ്ടത് നമ്മൾ. OMRൽ 86. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇടയ്ക്ക് ഇങ്ങനെ 86 ഓഫീസ് സൂപ്രണ്ട് ഫോർ SR, ഓഫീസ് സൂപ്രണ്ട് ഫോർ SR കറക്റ്റല്ല. അപ്പോൾ അതിലിട്ട് അപ്ലോഡ് ഡേറ്റ് ഒരു വേറെ ടേബിൾ ആയതുകൊണ്ട്, ഒരു കോളം ആയതുകൊണ്ട് കിട്ടി. എനിക്ക് ഇതൊക്കെ കിട്ടാൻ എളുപ്പമാണ്. ഇതൊക്കെ സെപ്പറേറ്റ് നമുക്ക് പാർസൽ എടുക്കാൻ എളുപ്പമാണ്. ഇത് ടൈറ്റിലും കിട്ടാൻ എളുപ്പമാണ്. ടൈറ്റിലും മാത്രം പ്രത്യേകം സേവ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിലൂടെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടൈറ്റിൽ ഡീറ്റെയിൽസിന് അതാണ് അതിൻ്റെ മീഡിയവും നടന്ന ഡേറ്റും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കയ്യിലാണ് കിടക്കുന്നത്. ഇതിനുള്ളിൽ ഒരു പാർസൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ അതിന് ബുദ്ധിമുട്ട്. ചിലതിൽ ഒരു വൃത്തികല ചെയ്യുന്ന PSCക്കാർ ചിലതിൽ കോളം വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇങ്ങനെ കൊടുക്കും. മിക്കതിലും കോളം വെച്ചിട്ട് കൊടുക്കുന്നത് അതൊരു ഫോർമാറ്റ് അത്ര കൊണ്ട് ഇല്ലാത്ത പോലെ തോന്നും. ഡേറ്റ് ഓഫ് ടെസ്റ്റ് സ്പേസ് ഇട്ടിട്ട് സ്പേസ് വഴി ഓരോരോ ഫീൽഡുകൾ. ഇതിപ്പോൾ വേണ്ട, ഇതിൻ്റെ ഫീൽഡിൻ്റെ നെയിമും അതിൻ്റെ വാല്യൂ. അടുത്തൊരു റെക്കോർഡിൻ്റെ ഇത് ഇവിടെയാണ് പ്രശ്നം. ക്വസ്റ്റ്യൻ റെക്കോർഡിങ് ഇവിടെ കോമ റെഫർ ETC ഹൈഫൺ കാറ്റഗറി നമ്പർ ഇങ്ങനെ ഒരൊറ്റ പേരാണത്. എന്നിട്ട് ഈ കാണുന്ന സാധനം അല്ലേ, ഈ കാണുന്ന സാധനം മൊത്തം അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഡേറ്റ് ഓഫ് ലോഡ് എല്ലാത്തിനും അതേ പാറ്റേൺ ആണോ നോക്കി കഴിഞ്ഞാൽ അതേ പാറ്റേൺ ആണെങ്കിൽ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ കാണുന്ന പോസ്റ്റിൻ്റെ ഇത് ഇവിടം വരെ വന്നിട്ട് നിന്നു. അത് പിന്നെ അതിൻ്റെ ശേഷം ഒന്നുമില്ല.
എന്നിട്ട് മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇത്, ഡേറ്റ് ഓഫ് ഇത്. ഇതാണെങ്കിലോ ഇത് അതേ സാധനം. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നോട്ടെ, ഈ ക്ലർക്കിൽ ഇതിൻ്റെ ഈ 220 വരെ അങ്ങനെ ഒരു പോസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്. അതിനുശേഷം മീഡിയം ഓഫ് ഇതുണ്ട്. അപ്പോൾ ഇതൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു കോളം വന്നിട്ടുണ്ട് വെറുതെ. അതിനാണാവോ ഓഫീസ് സൂപ്രണ്ട് ഫോർ CSD+2 എക്സാം അവിടെ മെയിൻ എക്സാം -KPSC. ആ -KPSC വന്നിട്ടില്ല അവിടേക്ക്. എന്നിട്ട് മെയിൻ എക്സാം കഴിഞ്ഞിട്ട് -PSC പോയി. പിന്നെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന് ഫോർമാറ്റ് ഉണ്ട്. ഇത് ഇവിടെ നിന്ന് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കുത്ത് ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ കുത്തുണ്ട്. ഇതിന് കുത്തുണ്ട്, പക്ഷെ ഇവിടെ കുത്തില്ല. അപ്പോൾ ഒരു കുത്തും പോകുമ്പോഴേക്കും പേസ്റ്റ് ചെയ്യാൻ വിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. കണ്ടെയ്ൻസ് നമ്മൾ കോഡ് കൊടുക്കേണ്ടി വരും. ഇവിടെ കുത്തുണ്ട്, ഇതിന് കുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുത്തുള്ളൂ, ഇവിടെ കുത്തുണ്ട്. ഇവിടെ കുത്ത് ഇല്ല, അവിടെ കുത്തുണ്ട്. അങ്ങനെ ചില മിസ്മാച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഫെൽസ് വെച്ച് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പണ്ടും അവർ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ ഫോർമാറ്റ് ഇത്തിരി വ്യത്യാസമുണ്ട്. അവർ പണ്ട് ചെയ്തിരുന്നത് നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റിൻ്റെ അതേ സാധനം കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, ഡേറ്റ് ഓഫ് ടെസ്റ്റ് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു, ഇത്തിരി വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു 22 പേജൊക്കെ അവർ നെയിം ഓഫ് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ആക്കിയത്. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന സാധനം അല്ല ഇവിടെ കാണിക്കുന്നത്. CA ഗ്രേഡ് ഇവിടെ ഉണ്ടായത്. ഇവിടെ CA ഗ്രേഡ് 2, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രേഡ് 2 വേരിയസ് ഇങ്ങനെയൊക്കെ എഴുതിക്കണം. അപ്പോൾ നെയിം ഓഫ് പോസ്റ്റ് ഇങ്ങനെ ഈ ഒരു വെറൈറ്റി സാധനങ്ങളുണ്ട്. ഡേറ്റ് ഓഫ് ടെസ്റ്റ്, ഡേറ്റ് ഓഫ് അപ്ലോഡൊക്കെ കുഴപ്പമില്ല. പേപ്പർ കോഡും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതിവിടെ പേപ്പർ കോഡ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ പണ്ടത്തേലൊരു പേപ്പർ കോഡിന് പകരം ഇവിടെ പേപ്പർ കോഡ് തന്നെ എഴുതിക്കണം. ഏറ്റവും അവസാനത്തെ ഇവിടേക്കും പേപ്പർ കോഡ്, അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിന്ന് ആക്കിക്കണ്ട. അപ്പം അതൊരു പ്രശ്നമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നിന്ന് ആക്കേണ്ടത് മാറ്റി പലതായിട്ട്. ഇത് പാർസിയിൽ ഇത്തിരി ശ്രമകരമായ ഒരു ജോലിയാണ്, ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റില്ല. നമ്മൾ മറ്റേത് കഴിഞ്ഞു OMR നമുക്കൊരു ഇത്രയും കിട്ടി. ഇനി നമ്മുടെ ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഫിറ്ററൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും, ഫിറ്ററെല്ലാം കിട്ടും. ഇനി നമുക്ക് വേണ്ടത് വഴിതെറ്റിപ്പോയി. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. പിന്നെ സോഫ്റ്റ്വെയറിലേക്ക് കിടന്നു. എനിക്ക് വേണ്ട എന്തായിരുന്നു, മൈനിങ് വെച്ചിട്ട് ഇത്ര തന്നെ ഉള്ളൂ ഇതുവരെ മൈനിങ്ങിൻ്റെ എക്സാമുകൾ. പിന്നെ അഗ്രികൾച്ചറിൽ വെച്ചിട്ടുള്ള വാക്കുകളുണ്ടോ നോക്കട്ടെ. അഗ്രികൾച്ചറൽ ഓഫീസർ എന്നിട്ടുള്ള വാക്കുകൾ കുറേ ഉണ്ട്. 2025-20 കൊല്ലത്തിൻ്റെ ഇതിലാണ് കിടക്കുന്നത്. പണ്ടത്തേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ വരും. 18 അഗ്രികൾച്ചർ ഓഫീസർ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിലെന്താ സാധനമെന്ന് അറിയില്ല. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് കോഡ് 78 അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ആൻസർക്ക് നോക്കിയാലാണ് അതിൻ്റെ ഫുൾ പേരറിയാൻ പറ്റുള്ളൂ. ഇവിടെ വേണ്ട മീഡിയം ഇംഗ്ലീഷ്. അഗ്രികൾച്ചർ ഓഫീസർ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഫാമേഴ്സ്. അഗ്രികൾച്ചറൽ ഓഫീസറിന് അറിയേണ്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ഓഫീസർ അറിയേണ്ട ക്വസ്റ്റ്യൻസ്. ഹി ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻസ്. ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് വീഡ്. പിന്നെ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്താണ് LER. അപ്പം അഗ്രികൾച്ചറൽ കാര്യങ്ങളല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ സിലബസിൽ എന്താ ഉള്ളത്, നമ്മുടെ സിലബസിലുള്ള വാക്ക് മൈനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അഗ്രികൾച്ചറിനുള്ളതുണ്ട്. അഗ്രികൾച്ചറിൽ വരുന്നത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ പ്രൈമറി, സെക്കൻഡ് ടില്ലേജ്, റീപ്പർ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ്. വിൻഡ് എനർജി ഹാർവെസ്റ്റിംഗ്. അപ്പോൾ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഇത് ഓഫീസറാണ്. അപ്പോൾ 2 വാക്ക് വെച്ച് സെർച്ച് ചെയ്യണതിലാക്കണം. അഗ്രി ആൻഡ് എഞ്ചിനീയർ, ഈ 2 വാക്കും ഉള്ള അങ്ങനെ സെർച്ച് ചെയ്തില്ല. അങ്ങനത്തെ ഒരു സാധനം വേണമായിരുന്നു ശരി.
വർക്ക്ഷോപ്പ് സൂപ്പറുണ്ട്. ഇപ്പോൾ ഒരു സിലബസുകൾ അറിയണം. ഇതിൻ്റെ സിലബസ് എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് ഇതാണ് 506/2024. അപ്പോൾ അതിൻ്റെ സിലബസ് എക്സാം ഷെഡ്യൂളിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് കിട്ടും അതിൻ്റെ സിലബസ്, അല്ലെങ്കിൽ പിന്നെ അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ളൊരു ഇത് അതിൽ തപ്പേണ്ടി വരും. അപ്പോൾ സിലബസുകൾ കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. സിലബസ് അവിടെ പോയി എക്സാം ഷെഡ്യൂൾ പോസ്റ്റ് വൈസ് സിലബസ് ആയിരിക്കും. എക്സാം ഷെഡ്യൂളിൽ ഇത്തിരി വൃത്തിക്ക് കിട്ടും, പക്ഷേ എക്സാം ഷെഡ്യൂളിൽ പണ്ടത്തേക്ക് ഉണ്ടോ എന്ന് അറിയില്ല. ഇത് പണ്ടത്തെ ഷെഡ്യൂളൊക്കെ ഉള്ള. അപ്പോൾ അതിൽ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത് എത്രയാണ് നോക്കാം. 2009 ഉണ്ട്. ഓ വെരി ഗുഡ്. 2009 വരെ ഉണ്ട്, 16 പേജ്. അപ്പോൾ 2009 നടന്ന എക്സാം പ്രോഗ്രാമിൻ്റെ ഇതിൽ അന്ന് ഒരു സിലബസ് ഒന്നും ഇതിൽ വച്ചിട്ടില്ല. എന്നെങ്കിൽ PDF ആയിരുന്നു അന്ന്. അന്ന് ഇന്നും PDF തന്നെയാണ്. അന്ന് സിലബസ് ഇങ്ങനെ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. ലിങ്ക് ഇല്ല, സിലബസിൻ്റെ ലിങ്ക് ഇല്ല ഈ PDF. അതായിരുന്നു പണ്ടത്തെ ഒരു സിസ്റ്റം. അങ്ങനെ 2010 ആയപ്പോൾ അപ്പോഴും ഇങ്ങനെയാണ് സിസ്റ്റം. സിലബസ് ലിങ്ക് ഇല്ല. ഇത് ലിങ്ക് വർക്ക് ചെയ്യുമോ? ഇല്ല, ഇത് ലിങ്ക് അല്ല, ലൈനാണ്. പിന്നെ 2010 മാറിയിട്ട് 2010 മാറി 15 ആയപ്പോൾ 15 ആയപ്പോൾ എന്താ അവസ്ഥ? അപ്പോഴും സിലബസ് ഇത് ഓൺലൈൻ എക്സാം, ഇതൊക്കെ ഓൺലൈൻ എക്സാമുള്ള. അവിടെ ഓൺലൈൻ എഴുതിയിട്ടുണ്ടല്ലോ. അന്ന് ഓൺലൈൻ ഓഫ്ലൈൻ വേറെയൊക്കെ ആയിരുന്നു. സിലബസ് ഇപ്പോഴും ലിങ്ക് ഇതിലില്ല. ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഫോർ ദി പോസ്റ്റ്, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത്. മെയിൻ ടോപ്പിക്സ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നീട് അത് 2020 ആയപ്പോൾ എന്തായി? അപ്പോഴും കുറച്ച് ലിങ്കുകളൊക്കെ വന്നു തുടങ്ങിയതിൽ. ഇത് ലിങ്കൊക്കെയാണെന്ന് തോന്നുന്നു. ലിങ്കാണ്. ഇപ്പോഴും സിലബസിൻ്റെ കാര്യങ്ങൾ ഇവിടെ തന്നെ എഴുതി കഴിഞ്ഞിരുന്നു. പിന്നീട് 2020 കഴിഞ്ഞ് 2023 ആയി, 2022 ആയപ്പോൾ ആയതുണ്ടെന്ന് തോന്നുന്നു. 2023 ആയപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് മാറി. ഇങ്ങനെ ഹൊറിസോണ്ടൽ ലാൻഡ്സ്കേപ്പ് മോഡായി. അപ്പോൾ അതിൽ സിലബസിൻ്റെ ലിങ്ക് ഉണ്ട്. ഓരോന്നിൻ്റെ ലിങ്കുകൾ 17 ഡ്രാഫ്റ്റ്സ്മാൻ, 18 കിടക്കുന്ന സ്ഥലം എവിടെയാണ്? ഇൻഫയൽസ്. അങ്ങനെ ഓരോന്നിൻ്റെ സിലബസുകൾ ലിങ്ക് കൊടുത്തു തുടങ്ങി. 23, 24, 27 കഴിഞ്ഞ് അങ്ങനെ പോയി 35, അങ്ങനെ പല പല സിലബസുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. നമുക്ക് അല്ലാണ്ട് സിലബസ് കിട്ടണമെങ്കിൽ സ്റ്റിം പേപ്പർ ഫോർ റിക്രൂട്ട്മെൻറ്റിൽ പോസ്റ്റ് വൈസ് സിലബസ് എടുത്തു കഴിഞ്ഞാൽ കൊല്ലം വൈസ് കിട്ടും. സിലബസ് 2026 അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒന്നും വന്നിട്ടില്ല. 25 സിലബസ്. വർക്ക്ഷോപ്പ് സൂപ്രണ്ട് സോയിൽ ആൻഡ് എനർജി കൺസർവേഷൻ, സോയിൽ വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ, ഓവർസിയർ, അഗ്രികൾച്ചർ ഓഫീസർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ലിങ്ക് വരുന്ന അഗ്രികൾച്ചർ ഓഫീസർ ഇതിൻ്റെ ഇതേ പേരിൽ തന്നെയാണ്. അതിൽ വ്യത്യാസമുണ്ട്. ഫയൽ സേവ് ചെയ്തിൽ ഫയൽസ് 2025/1. ഇങ്ങനെയാണ് അതിൻ്റെ ലിങ്ക് വരുന്നത് ഓരോന്നിൻ്റെ. അപ്പോൾ ഇവിടുത്തെ ഇത് ഓരോരോ പേജുകൾ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ PDF ലിങ്കുകൾ, സിലബസുകൾ കിട്ടും. മതി, റെക്കോർഡിങ് നിർത്താം.